സീപ്ലെയിൻ സർവീസ് നടത്താൻ താൽപര്യം അറിയിച്ച് 3 വ്യോമസേന കമ്പനികൾ സംസ്ഥാന സർക്കാരിന് പദ്ധതി രേഖ സമർപ്പിച്ചു. വിദേശ പൈലറ്റുമാർക്ക് പകരം തദ്ദേശീയരായ പൈലറ്റുമാർക്ക് പരിശീലനം നൽകി രംഗത്തെത്തിയതോടെ വൻതോതിൽ ചെലവ് കുറയ്ക്കാനും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുമാകുമെന്നാണ് കണക്കുകൂട്ടൽ. സീപ്ലെയിൻ ആശങ്ക അറിയിച്ച മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷമേ കായൽ മേഖലയിൽ സർവീസ് ആരംഭിക്കൂ എന്നും ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുകയെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൊച്ചി മാട്ടുപ്പെട്ടി പരീക്ഷണ പറക്കൽ വിജയകരമായതോടെയാണ് സർക്കാർ സീപ്ലെയിനുമായി മുന്നോട്ട് നീങ്ങുന്നത്. സർവീസ് നടത്താൻ സന്നദ്ധരായി സ്പേസ് ജെറ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. താമസിക്കാതെ ടെൻഡർ ക്ഷണിച്ച് ഔദ്യോഗികമായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള നടപടികളും പരിഗണനയിലുണ്ട്. 9 പേർക്ക് സഞ്ചരിക്കാവുന്ന സീപ്ലെയിനിൽ ടിക്കറ്റിന് 8,000 മുതൽ 10,000 വരെ ആകും മുടക്കേണ്ടി വരും. വിദേശ പൈലറ്റുമാരെയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. പ്രതിമാസം 5 ലക്ഷം രൂപ വരെ ശമ്പളം നൽകണം. തദ്ദേശീയരായ പൈലറ്റുമാർക്ക് പരിശീലനം നൽകി രംഗത്തിറക്കിയാൽ ചെലവിൽ വൻ കുറവ് വരുത്താനാകും. പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായി വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകളും സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു. പദ്ധതിയിൽ തുടക്കം മുതൽ ആശങ്ക ഉയർത്തിയത് മത്സ്യത്തൊഴിലാളി സംഘടനകളാണ്. അവരുമായി ഉടൻ ചർച്ച നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. മത്സ്യബന്ധന മേഖലയിലെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള സർവീസിനാണ് ആദ്യഘട്ടത്തിൽ മുൻഗണന. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.